ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ചെറിയ പെരുന്നാളൊക്കെ ആഘോഷിച്ച് റെസ്റ്റിലായിരിക്കും. ഞാൻ ഈ കുറുമത്താറും കൂടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. നമ്മളെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് നോമ്പും പെരുന്നാരാവും, പെരുന്നാൾ പള്ളിക്ക് പോണതും പുറത്ത് പോയതും പെരുന്നാളിൻ്റെ അന്നത്തെ ഫിഷ് ബിരിയാണി ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഡീസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്യരുത്. ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളെ കിച്ചൺ വളരെ ചെറുതാണ്, അപ്പോൾ നമുക്ക് ഒന്നിനും സൗകര്യമില്ല. കുറേ വീഡിയോസ് കട്ടാക്കി എടുത്തത്. അപ്പോൾ നോമ്പറക്കാൻ പോകുമ്പോൾ കുറേ പലഹാരം ഉണ്ടാക്കിയതും അത് ഉണ്ടാക്കുന്നൊന്നും കാണിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. പിന്നെ നമ്മളെ ഷെയറിങ് ആണല്ലോ കിച്ചൺ. അപ്പോൾ കിച്ചണിലുള്ള എല്ലാവരും കൂടി പണിയെടുക്കുന്നതും ഒക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കിയതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചേ എല്ലാവരും കൂടെ. പപ്പ വരും. പപ്പ വരുമ്പോഴത്തേക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പപ്പൻ്റെ വക പിന്നെ ബിരിയാണി അരീസൊക്കെ മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പലഹാരവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്, ഫ്രൂട്ട്സ്. പിന്നെ അവിടെ ചെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറക്കാൻ നമ്മൾ പോയപ്പോൾ ഒക്കെ ഇവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ അവിടെ ചെന്നിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം പോയ ആൾക്കാർ തന്നെയാണ് ഇപ്രാവശ്യം പോയത്. അത് വരാൻ പറ്റാത്തൊരു ടീമുണ്ട്, റംലി ഫാമിലി. ഒരിതിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, സഫീന. അവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോയി. ഒക്കെ കൊണ്ടുപോകാം നമ്മൾ നോമ്പറക്കാൻ. ഒരു 6 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ജംഷി എല്ലാ സാധനങ്ങളും നമുക്ക് ലിഫ്റ്റിൽ കൊണ്ടുവച്ചെന്ന് ഞാനും മോനും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്തേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ ടീച്ചറാണ് നുസ്രാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരും കൂടെ ക്ഷണിച്ചിരുന്നു. അവരും വന്ന് എൻ്റെ ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി. ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ റംലൻ്റെ ഹസ്ബൻഡും പപ്പയും കൂടിയും ഞങ്ങൾക്ക് റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പെട്ടെന്നൊക്കെ നോമ്പ് തുറക്കാനുള്ളൊക്കെ റെഡിയാക്കാണ്. നല്ല തിരക്കായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും നല്ല രസമുള്ള നോമ്പ് പറയായിരുന്നു. കാസർകോട്ടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുക്കും 4 കുട്ടികൾ, അതുപോലെ സഫീനക്കും 2-3 മക്കൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു. പ്രാവശ്യം അത്ര തന്നെ ഒരു രസം തോന്നിയില്ല. നോമ്പറൊക്കെ കഴിഞ്ഞ് നമ്മൾ അരി നിസ്കരിക്കാൻ വേണ്ടി പോയേ. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് വേഗം പോന്ന്. പപ്പക്ക് പോകാൻ തിരക്കുള്ളതിനെ കൊണ്ട് പെട്ടെന്ന് പോന്നേ. നോമ്പറ കഴിഞ്ഞ് വന്നതിന് ശേഷം പെരുന്നാളിന് വെക്കാനുള്ള ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ട് പിറ്റേന്ന് ദമ്മിട്ടാൽ മതിയല്ലോ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട്
എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ്. നമ്മൾ അടുത്ത റൂമിലെ ഫ്രണ്ട് സുമി തീരെ പറഞ്ഞിട്ടില്ല. നമ്മളെ കൂടെ എല്ലാം വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ഇതിനൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിലൊന്ന് മസാല പുരട്ടിയേക്കാണ്. മുളകും മഞ്ഞളും ഉപ്പും ചെറുനാരങ്ങയും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആണ് ഞാനൊന്ന് മസാല റെഡിയാക്കിയത്. ഒന്നും കാണിക്കാനുള്ളൊരു സൗകര്യമില്ല നമ്മളെ കിച്ചണിൽ, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതെ പറയുന്നത്. എല്ലാ വലിയ പീസും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചെറിയ പീസ് മസാല പുരട്ടി വെച്ച് അതിനിടയിൽ ഞാൻ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കിട്ടിയിട്ടുള്ള അത് മതി നമുക്കിടാൻ. നമുക്ക് 3 റൂമേക്കും കൂടി ഇടാനുള്ള മൈലാഞ്ചി ഉണ്ടത്. പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 പാൻ വെച്ചിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തത്. നമ്മൾ ഇവിടെ എല്ലാ റൂമേക്കും കൂടി ഉണ്ടാക്കിയ ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അധികം മുരിഞ്ഞു പോവാതെ കോരി മാറ്റേ. അതുപോലെ ഞാൻ പകുതി ഓയിലും പകുതി നെയ്യും കൂടി ചേർത്തിട്ടാണ് ഈ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചത് കേട്ടോ. ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ ഈ ഓയിലും നെയ്യും കൂടി ചേർത്ത ഈ മിക്സിൽ തന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് ചെമ്പിലാണോ ബിരിയാണി വെക്കുന്നത് ആ ചെമ്പിലേക്ക് ഞാൻ ഈ ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വലിയ ഉള്ളിയാണ് ചേർക്കുന്നത്. വലിയ ഉള്ളി ക്രഷ് ചെയ്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി വാടിക്കോട്ടെ. നന്നായി വാടുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് തക്കാളി ചേർത്തെടുക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതുപോലെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് ചേർക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് പെരുംജീരകപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മല്ലിയില പുതിനയില ചേർത്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്ത് തരാം. തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മീൻ മാറ്റി വെച്ചിരുന്നില്ലേ, മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ വലിയ പീസല്ല, ചെറിയ പീസ് കുറച്ച് മസാല തേച്ച് അതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തിരുന്നു. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് ടൈം അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ ആ മീൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ തുറന്ന് വെച്ചെടുക്കുക. അങ്ങനെ പരത്തി വെച്ചെടുക്കുക. എന്നിട്ട് ആ മസാലയൊക്കെ അതിൻ്റെ മേലെ കുറച്ചാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ഞാനതിങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ രാവിലെ ചോറ് ദമ്മിടുകയാണ്. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്യാണ്. അണ്ടിമുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ ചോറിട്ട് നമ്മളെ മസാലേൻ്റെ മേലെ ഇട്ടിട്ട് ആ വലിയ പീസ് മീനൊക്കെ ഞാനിങ്ങോട്ട് മാറ്റിയിട്ട് ആ മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലാവുമ്പോൾ നമ്മൾ ചോറ് കോരുമ്പോൾ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് മീൻ മാറ്റിയത്. അപ്പോൾ ഇതൊന്നും എനിക്ക് സൗകര്യക്കുറവുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. നമ്മൾ മസാല റെഡിയാക്കണ പഠിച്ചില്ല. അതുപോലെ നെയ്ച്ചോറ് വെക്കുന്നതും ഉള്ളിയും ഗ്രാമ്പും പട്ടയും ഏലക്കായിട്ട് ബേ ലീഫ് ഇട്ടിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വേവിച്ചെടുത്തത്. അതിന് ശേഷമാണ് ഞാൻ ദമ്മിടുന്നത്. അതുപോലെ ചോറ് ഒരു ലെയർ ഇട്ടതിന് ശേഷം ഗരം മസാല ഇട്ട് പിന്നെ മല്ലിയിലും പുതിനയിലിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന മാതിരി തന്നെ എല്ലാം ഓർഡറിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ മുഴുവനും കാണിക്കാത്തതിന് ആരും സങ്കടപ്പെടേണ്ട. ഞാൻ മുഴുവനായിട്ട് ഇതിൽ വോയിസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ്. അരി നമ്മൾ പല അരിയും പല കണക്കിനാണ് വെള്ളം വരിക. അപ്പോൾ ചോറ് വെച്ചത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ദമ്മിട്ട് കഴിയാറായി. മല്ലിയിലും പുതിനയിലും ഇട്ട് ഗരം മസാല ഇട്ട് പിന്നെ നമ്മൾ ഗാർണിഷിന് വഴറ്റിയെടുത്തിരുന്നില്ല ഉള്ളി, അതും മുഴുവനായിട്ട് ചേർത്തെടുത്ത് ഇനി അതിൻ്റെ മേലെ മുഴുവനായിട്ട് മുഴുവനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നല്ല ഇതിത്തെ നെയ്യൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും. ഒരുപാട് നെയ്യ് ഞാൻ ചോറ് നെയ്യും ഓയിലും കൂടി ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ചോറ് വെച്ചത്. മീൻ ഇതുപോലെ മുഴുവനായിട്ട് വെച്ച് ഒക്കെ ദമ്മിട്ട് അതിനുശേഷം പിന്നെ ഇതാ പായസം വെച്ച് പഴം നിറച്ചതുണ്ടാക്കി. അതുപോലെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി. കാൽ ചായക്ക് ഇതൊക്കെ കൂട്ടിയതിൻ്റെ ശേഷം ചായ വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയി. നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് പള്ളിയിലേക്ക് പോയത്. അതുപോലെ പള്ളി കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് ആൾക്കാരെ കാണാനുണ്ടാവും. ഇവിടെ നമ്മൾ അറിയുന്ന ആരും ഇല്ലല്ലോ. വരുമ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണ്. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മക്കളും മരുമോളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്ന് പുറത്ത് പോയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും വിശേഷങ്ങൾ. ഇതുവരെ വീഡിയോ കണ്ടതിലേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.